കൊഴുക്കട്ട ശനി അഥവാ ലാസറിൻ്റെ ശനിയാഴ്ച. പൗരസ്യ സഭകളിലെല്ലാം ഓശാനയ്ക്ക് മുമ്പുള്ള ശനിയാഴ്ചയെ ലാസറിൻ്റെ ശനിയാഴ്ച എന്നാണ് വിളിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. ലാസറിൻ്റെ ഭവനത്തിൽ ഈശോയ്ക്ക് നന്ദി സൂചകമായി വിരുന്നൊരുക്കിയതും മറിയം വിലയേറിയ നാർദീൻ സുഗന്ധ തൈലം ഈശോയുടെ പാദത്തിൽ ഒഴിച്ചതുമൊക്കെ. പാരമ്പര്യങ്ങളിൽ ഈ ദിവസം 40 ദിവസം ഉപവാസം മുറിക്കാതെ മുറിക്കുന്ന ഇടവേളയുടെ ദിവസമാണ്. 40 ദിവസത്തെ നോമ്പിൻ്റെ തീഷ്ണത ഒട്ടും കുറയ്ക്കാതെ നോമ്പ് വീട്ടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കിയിരുന്നത്. കൊഴു എന്നാൽ എന്താ അർത്ഥം? കൊഴു എന്നാൽ മഴു എന്നർത്ഥം. മുറിക്കാൻ ഉപയോഗിക്കുന്ന ഒരായുധം എന്നത് അടിസ്ഥാനമാക്കി ഈ നോമ്പ് മുറിക്കാൻ ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിൽ കൊഴുക്കട്ട എന്ന പേര് ഈ പലഹാരത്തിന് വന്നു ചേർന്നു. ഈശോയുടെ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ഓസ്ലേമിലേക്കുള്ള യാത്രയിൽ ബഥാനിയിലേക്കുള്ള ലാസറിൻ്റെ ഭവനത്തിൽ ഈശോ വരികയും അവരോടൊപ്പം അത്താഴം കഴിക്കുകയും ചെയ്തു എന്ന് നമുക്കറിയാം. അന്ന് ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും പ്രത്യേകമായ ഭക്ഷണമുണ്ടാക്കി ഈശോയ്ക്ക് നൽകിയത് നമ്മൾ വായിച്ച് കേട്ടിട്ടുണ്ട്. അതാണ് കൊഴുക്കട്ട എന്ന പ്രത്യേക ഭക്ഷണം തയ്യാറാക്കി ആചരിച്ചിരുന്നത്. മറിയം ഉപയോഗിച്ച സുഗന്ധ കുപ്പിയെ ഓർമ്മിപ്പിക്കുന്ന ശർക്കരയും തേങ്ങയും മറ്റ് സുഗന്ധ വസ്തുക്കളും ഒക്കെ ചേർത്ത് കൊഴുക്കട്ട ഉണ്ടാക്കി കുടുംബനാഥിന് അതിൽ സ്ലീവ വരച്ച് കുടുംബാംഗങ്ങൾക്ക് കൊടുത്തിരുന്ന ഒരു പാരമ്പര്യമൊക്കെ നമ്മൾ വായിച്ച് കേൾക്കാറുണ്ട്. ഇക്കാരണത്താലാണ് ഈ ദിവസത്തെ പണ്ട് മുതൽക്കേ കൊഴുക്കട്ട ശനി എന്ന് നമ്മൾ വിളിച്ചിരുന്നത്.